ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഏറെ തന്ത്രപ്രധാനമായ മേഖലയാണ്. നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് ഒരു ഈച്ച പോലും ഈ വഴി പറക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാരും BJP അവകാശപ്പെടുന്നത്. എന്നാൽ ഗൗതം അദാനി എന്ന ഇന്ത്യൻ കോടീശ്വരന് മുന്നിൽ പാകിസ്ഥാന്റെ അതിർത്തി വാതിലുകൾ മലക്കെ തുറന്നിടുകയാണ് BJP സർക്കാർ ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം അകലെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അദാനി ഗ്രൂപ്പിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇന്ത്യയുടെ അതിർത്തി സംരക്ഷണ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ് അദാനി ഗ്രൂപ്പിന് സഹായമായി മാറിയത്. ഗുജറാത്തിൽ കച്ച് മേഖലയിലാണ് പാക് അതിർത്തിക്ക് സമീപം പുനരുപയോഗ ഊർജ പദ്ധതി പ്രകാരം കാറ്റിൽ നിന്നും വൈദ്യുതി നിർമ്മിക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഗുജറാത്ത് സർക്കാർ അനുമതി നൽകിയത്. പദ്ധതി സാമ്പത്തികമായി ലാഭകരമാണെന്നതിന് ഒരേ സമയം വെയിലിൽ നിന്നും കാറ്റിൽ നിന്നും വൈദ്യുതി സൃഷ്ടിക്കാൻ സോളാർ പാനലുകളും കാറ്റാടി യന്ത്രങ്ങളും ഉൾക്കൊണ്ട ഹൈബ്രിഡ് ഊർജ പദ്ധതിക്ക് സോളാർ എനർജി കോർപ്പറേഷൻ സർക്കാരിന്റെ സമ്മതം തേടിയിട്ടുണ്ട്. 2023 മെയ് മാസത്തിൽ ഇന്ത്യയുടെ അതിർത്തി പരിപാലന നിയമങ്ങളിൽ സുപ്രധാന ഭേദഗതി വരുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ സോളാർ എനർജി കോർപ്പറേഷന്റെ അപേക്ഷ അംഗീകരിച്ചു. എന്നാൽ 2 മാസങ്ങൾക്ക് ശേഷം പ്രതിരോധ മന്ത്രാലയം ഭേദഗതി ചെയ്ത നിയമങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ സോളാർ എനർജി കോർപ്പറേഷൻ ഗുജറാത്ത് സർക്കാരിന് ഭൂമി വിട്ടു നൽകുകയായിരുന്നു. കേന്ദ്ര പാരമ്പര്യേതര ഊർജ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യവും. അതിനുശേഷം ഗുജറാത്ത് സർക്കാരും ഈ ഭൂമി അദാനി ഗ്രൂപ്പിന് പതിച്ചു നൽകുക കൂടി ചെയ്തു. ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്ന സർക്കാരിന്റെ തന്നെ മുൻ തീരുമാനത്തെ മറികടന്നായിരുന്നു ഇത്. കച്ച് ജില്ലയിലെ ഖൗദ സോളാർ പാർക്കിൽ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് 445 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത്. അതിർത്തിയിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം അകലത്തിൽ കാറ്റാടി യന്ത്രങ്ങളും 2 കിലോമീറ്റർ അകലെ സോളാർ പാനലുകളും ഇതോടെ അദാനി ഗ്രൂപ്പിന് സ്ഥാപിക്കാൻ കഴിയും. അദാനി ഗ്രൂപ്പിന് വൻ നേട്ടമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അതിർത്തി നിയമങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കിയത് ദേശീയ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുമെന്നും പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് ഇത്രയും വലിയ വ്യാവസായിക നിക്ഷേപങ്ങൾ നടത്തുന്നത് ഞെട്ടിച്ചു എന്നാണ് ഒരു മുൻ സൈനിക മേധാവി പറഞ്ഞത്. അതിർത്തി ഭൂമി വാണിജ്യപരമായ ചൂഷണത്തിന് അനുവദിക്കുക വഴി അതിർത്തി പ്രതിരോധ ചട്ടങ്ങളിൽ മാറ്റം വരുത്താനുള്ള സർക്കാരിന്റെ തീരുമാനത്തെക്കുറിച്ച് പ്രതിരോധ വിദഗ്ധരും ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിർത്തി പ്രതിരോധ നിയമങ്ങൾ മാറ്റുന്നതിലൂടെ ദേശീയ സുരക്ഷയേക്കാൾ കൂടുതൽ പ്രാധാന്യം സ്വകാര്യ വാണിജ്യ താല്പര്യങ്ങൾക്കാണ് സർക്കാർ നൽകുന്നതെന്നും ഈ വാണിജ്യ താല്പര്യങ്ങളുടെ സുരക്ഷാ ചുമതല കൂടി സർക്കാരിന്റെ ബാധ്യതയാകുമെന്നും ഇരിക്കെ അദാനിക്ക് വേണ്ടി മരിക്കാൻ പോലും മോദി സർക്കാർ തയ്യാറാണ് എന്നതാണ് വാസ്തവം. 2019 ജനുവരി 25 റാൻ ഓഫ് കച്ച് മേഖലയിൽ പാരമ്പര്യേതര ഊർജ പാർക്കിനായിട്ട് ഗുജറാത്ത് സർക്കാർ 72,400 ഹെക്ടർ തരിശുഭൂമി അനുവദിച്ചു. കാറ്റിൽ നിന്നും വെയിലിൽ നിന്നും വൈദ്യുതി നിർമ്മിക്കാവുന്ന ഹൈബ്രിഡ് പദ്ധതിക്ക് വേണ്ടിയായിരുന്നു അത്. ഖൗദ സോളാർ പാർക്ക് എന്നറിയപ്പെടുന്ന ഈ പദ്ധതി 2020 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പാകിസ്ഥാനുമായിട്ട് വടക്കേ അതിർത്തി പങ്കിടുന്ന ജില്ലയായ കച്ചിലാണ് ഈ റാൻ ഓഫ് കച്ച് മേഖല സ്ഥിതി ചെയ്യുന്നത്. നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാരമ്പര്യേതര ഊർജ പാർക്കായിട്ട് മാറുന്ന ഖൗദയ്ക്ക് ഏതാണ്ട് സിംഗപ്പൂരിന്റെ അത്രയും വലുപ്പമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.